ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ഈ ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ചെമ്മീൻ പൊടി വെച്ചിട്ടാണ് ചമ്മന്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ വറുത്തെടുത്താലേ അതിന് ആ ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോകണ്ട, ഒന്നങ്ങ് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഇതിപ്പോൾ ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് മാറ്റാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം കുറച്ച് ചുവന്നുള്ളി, ഒരു 10-12 അല്ലി ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനിപ്പോൾ വറ്റൽമുളക് നേരത്തെ ഒന്ന് ചതച്ച് വെച്ചതായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം കൂടെ നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക്, കാന്താരിമുളക് ഏതെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും എന്തിനു വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. തുടർന്നും സപ്പോർട്ട് ചെയ്യുക.